ഈ ഒരു വ്യക്തിയുടെ ഉള്ളിൽ എപ്പോഴും നിങ്ങൾ മാത്രമാണ്. അതായത് നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു നോ കോണ്ടാക്റ്റ് ഒരു സിറ്റുവേഷനാണ് നിൽക്കുന്നത് എങ്കിൽ കൂടെയും ആ ഒരു പേഴ്സൻ്റെ ഉള്ളിൽ എപ്പോഴും നിങ്ങൾ മാത്രമാണ്, നിങ്ങളുടെ വിചാരമാണ്. ഊണിലും ഉറക്കത്തിലും എന്നൊക്കെ പറയുന്ന പോലെ എപ്പോഴും 24/7 നിങ്ങളെ മാത്രമാണ് ആ ഒരു പേഴ്സൺ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് എടുത്ത ഒരു ഡിസിഷൻ്റെ പേരിൽ ഇപ്പോഴും വിഷമിക്കുന്നു, അതിൽ ഇപ്പോഴും മനംനൊന്താണ് ആ ഒരു വ്യക്തി കഴിയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ബന്ധങ്ങളിൽ നിന്നും എല്ലാവരിൽ നിന്നും ഒഴിഞ്ഞു മാറി വളരെ വളരെ ഒരു മനസ്സ് തകർന്ന ഒരു അവസ്ഥയിൽ കൂടെയാണ് ഇപ്പോൾ ആ ഒരു പേഴ്സൺ പോകുന്നത്. അപ്പോൾ എല്ലാവരിൽ നിന്നുമൊക്കെ മാറി ഒതുങ്ങിക്കൂടി ആണ് ആ ഒരു വ്യക്തി ഇപ്പോൾ ജീവിക്കുന്നത്. ബിക്കോസ് അന്ന് ചെയ്ത ആ ഒരു മിസ്റ്റേക്കിനെ ഓർത്തത്, മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ അത് നിങ്ങളോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, നിങ്ങൾക്ക് വേണ്ടിയാണ് ആ ഒരു വ്യക്തി അന്ന് അങ്ങനെ നിങ്ങളോട് പറയുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്, എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നമ്മുടെ ആ ഒരു വ്യക്തി നമ്മളെക്കുറിച്ച് എന്തൊക്കെയാണ് ഉള്ളിൽ ഉള്ള തോട്ട്സും നമ്മളെ ഓർക്കുന്നത് എന്തൊക്കെയാണ്, ആ പേഴ്സൻ്റെ മനസ്സിൽ നമ്മളെപ്പറ്റി എന്തൊക്കെ വിചാരങ്ങളാണ് ഉള്ളത് എന്നാണ്. അപ്പോൾ ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളോ റീഡിങ്ങോ ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് റീഡിംഗ് ആണ്. ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇത് എപ്പോഴാണോ കാണുക അപ്പോൾ മുതലാണ് ഇത് വാലിഡ് ആവുക. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇത് എല്ലാവരുടെയും എനർജി ആയിട്ട് മാച്ച് ആവണമെന്നില്ല. സോ മാച്ച് ആവുന്നവർ മാത്രം ഇത് അക്സെപ്റ്റ് ചെയ്യുക. സോ എല്ലാവരും മൈൻഡൊക്കെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു വ്യക്തിയെ നിങ്ങളുമായിട്ട് ഇപ്പോൾ ഒരു നോ കോണ്ടാക്റ്റ് ഒരു എനർജിയാണ് നമുക്കിവിടെ കാണുന്നത്. ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ നിന്നും നിങ്ങൾ തമ്മിൽ ഒരുപാട് സ്നേഹത്തിലും ഒക്കെ ആയിരുന്നു. പക്ഷേ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ നിന്നും ഇപ്പോൾ അകന്നിരിക്കുകയാണ്. അതിന് കാരണം എന്ന് വെച്ചാൽ ഈ ഒരു പേഴ്സൺ മനഃപൂർവ്വം ഈ ഒരു റിലേഷൻഷിപ്പിനെ സ്റ്റോപ്പ് ചെയ്ത് പോയതല്ല, ആ ഒരു പേഴ്സൻ്റെ സാഹചര്യം കൊണ്ടാണ് ആ ഒരു വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും അകന്ന് മാറി നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു പേഴ്സണ് അകന്ന് മാറിയത് കൂടെ കൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ എനർജി നല്ലതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു പേഴ്സണ് നിങ്ങൾ ഭയങ്കര എമ്പതും വളരെ സോഫ്റ്റായിട്ടും ഒക്കെ ഉള്ളൊരു വ്യക്തി ആയതുകൊണ്ട് നിങ്ങളിലോട്ടാണ് എപ്പോഴും ആ ഒരു പേഴ്സൺ അട്രാക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷനൊന്നും ഇല്ല, പക്ഷേ എപ്പോഴും ആ ഒരു പേഴ്സണിൻ്റെ ഉള്ളിൽ നിങ്ങളുണ്ട്. നിങ്ങളുടെ ആ ഒരു തോട്ട്സൊക്കെ ആ ഒരു പേഴ്സണെ വളരെയധികം വിഷമിപ്പിക്കുന്നുണ്ട്. ബിക്കോസ് ഈ ഒരു റിലേഷൻഷിപ്പിനെ എപ്പോഴത്തേക്ക് കംപ്ലീറ്റ്ലി മാറിപ്പോവാം, അതായത് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ വരുന്നത്, നിങ്ങൾക്ക് വേറെ ലൈഫ് ചൂസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കാം പോയിരിക്കുന്നത്. പക്ഷേ എപ്പോഴും നിങ്ങളുടെ വിചാരങ്ങളും നിങ്ങളെ പറ്റിയുള്ള ഓർമ്മകളും മാത്രമാണ് ഈ ഒരു പേഴ്സൻ്റെ മൈൻഡിലുള്ളത്. ഇവിടെ ഈ ഒരു പേഴ്സൺ നിങ്ങളും തമ്മിലുള്ളൊരു ബന്ധം നിന്ന് പോകാനുള്ള കാര്യം, നിങ്ങൾ ഈ ഒരു വ്യക്തിയിൽ നിന്നുമൊക്കെ നിങ്ങൾ രണ്ടും രണ്ട് ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങളെക്കാട്ടിയൊക്കെ ഒരുപാട് ലോയിലോ അല്ലെങ്കിൽ ഫിനാൻസ് വൈസൊക്കെ അല്ലെങ്കിൽ ജോലി സംബന്ധമായി ചിലപ്പോൾ ആ ഒരു പേഴ്സണ് ജോലി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ വീട്ടുകാർ അംഗീകരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ നിന്നുമൊക്കെ കൂടുതലൊക്കെ മാറിപ്പോകാനുള്ള കാര്യം. പക്ഷേ എങ്കിൽ കൂടെയും ഈ ഒരു പേഴ്സണ് ഇത്രയും നാളും നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേഷനോ ബന്ധങ്ങളോ ഒന്നും ഇല്ലാതിരുന്നപ്പോൾ ആ പേഴ്സൺ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അയാൾ നേരത്തെ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതിൽ നിന്നൊക്കെ ഇപ്പോൾ കുറേ കൂടെ ഇമ്പ്രൂവ്മെൻറ്റ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. നല്ലൊരു ജോലി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫിനാൻഷ്യലി അയാൾ കുറച്ചുകൂടെയൊക്കെ സ്റ്റേബിളായിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയാണ് നമുക്കിവിടെ ഫീൽ ചെയ്തത്. പക്ഷേ എവിടെയൊക്കെ അയാൾ നിങ്ങൾക്ക് വേണ്ടി, അതായത് നിങ്ങളോടുള്ള ആ ഒരു ഇഷ്ടം കൊണ്ടാണ് അയാൾ കൂടുതലും ഈ ഒരു ജോലി കാര്യത്തിലോട്ടൊക്കെ പോയത്. അപ്പോൾ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്കും കാര്യങ്ങളൊക്കെ ആ ഒരു പേഴ്സൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എവിടെയൊക്കെ പോയാലും നിങ്ങളായിട്ടൊരു കണക്ഷൻ ഇല്ലാതിരുന്നാൽ കൂടിയും ഈ ഒരു പേഴ്സൻ്റെ മൈൻഡിൽ നിങ്ങൾ മാത്രമായിരുന്നു. എന്തെങ്കിലും ഒരിക്കൽ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരിക്കൽ നിങ്ങളുമായിട്ട് ഒന്നിച്ച് ജീവിക്കണം എന്നൊക്കെ ഉള്ളിൽ ആ ഒരു പേഴ്സണുള്ളിൽ ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു പേഴ്സൺ. അപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുമായിട്ടുള്ള ഒരു ശരിക്കും
ഫിനാൻസും എല്ലാ തരത്തിലും നിങ്ങൾ അയാളിൽ നിന്ന് ഒരുപാട് അകലെയാണ്. അപ്പോൾ അതൊക്കെ ഒരു പേടിയായിട്ട് എപ്പോഴും ഉണ്ടായിരുന്നു ഈ ഒരു പേഴ്സൻ്റെ മൈൻഡിൽ. അപ്പോൾ നിങ്ങളിൽ നിന്നൊക്കെ എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഒരു ജീവിത സാഹചര്യമാണ് ഈ ഒരു പേഴ്സൺ ഉള്ളത്. അപ്പോൾ അതൊക്കെ തന്നെയാണ് എപ്പോഴും ഈ ഒരു വ്യക്തിയുടെ മൈൻഡിൽ നിന്നിരുന്നതും. അതും ഓർത്ത് ഇപ്പോഴും, അതായത് ഇപ്പോൾ ഫിനാൻഷ്യലിയൊക്കെ ഒരുപാട് മെച്ചപ്പെട്ടൊക്കെ ഉണ്ട്, ജോലിയൊക്കെ താൽക്കാലിക ജോലിയോ എന്തെങ്കിലുമൊക്കെ റെഡി ആയിട്ടുണ്ടാവാം. പക്ഷേ എങ്കിൽ കൂടെയും ആ ഒരു പേഴ്സൺ എപ്പോഴും പേടിയുണ്ട്. അതായത് നിങ്ങളുടെ വീട്ടുകാർ അയാളെ അംഗീകരിക്കുമോ, അതല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെന്ത് പറയും എന്നൊക്കെ ഓർത്ത് നിങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെ അയാളെ റിജക്റ്റ് ചെയ്യുമോ എന്നൊക്കെ ഓർത്ത് ഉള്ളിൽ ഇപ്പോഴും ആ ഒരു ഭയം കിടക്കുന്നുണ്ട് ഈ ഒരു പേഴ്സണ്. ഈ ഒരു പേഴ്സൺ നിങ്ങളോട് വളരെ ആഴത്തിലുള്ളൊരു സ്നേഹമാണുള്ളത്. അപ്പോൾ അകന്ന് മാറിയാൽ എപ്പോഴും നിങ്ങൾ മാത്രമാണ് ആ ഒരു പേഴ്സൻ്റെ ഉള്ളിൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വിഷമിക്കുന്നുണ്ട്, ഇമോഷണലി ഒരുപാട് ആ പേഴ്സൺ വിഷമിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു പേഴ്സൺ ഭയങ്കര മെച്യൂരിറ്റി ഉള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ തൻ്റെ എന്താ പറയുക, അപ്പോൾ ഈ വളരെ സ്ട്രോങ് ആയിട്ടൊക്കെ ഉള്ള ഭയങ്കര മെച്യൂർഡായിട്ടുള്ളൊരു പേഴ്സൺ ആയതുകൊണ്ട് ഫീലിങ്സ് ഇമോഷൻസ് ഒന്നും വെളിയിൽ കാണിക്കില്ല, ആരോടും ഷെയർ ചെയ്യത്തില്ല, ഉള്ളിൽ തന്നെ ഒതുക്കി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള കാര്യം അത് തന്നെയാണ്. അത്രയും ഹൈലി മെച്യൂർഡായിട്ടുള്ളൊരു പേഴ്സണാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഭാവി വരട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം കുറച്ചുകൂടെ നല്ലതായിക്കോട്ടെ എന്ന് ഓർത്ത് സ്വയം ഒഴിഞ്ഞു മാറിയത്, അതല്ലാതെ ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നുമല്ല. അപ്പോൾ ഈ ഒരു വ്യക്തി അതിൽ ഒരുപാട് ദുഃഖിക്കുന്നുണ്ട്. ബിക്കോസ് അയാൾക്ക് നിങ്ങളെ വേണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. പക്ഷെ നിങ്ങളോട് അങ്ങനെ കാണിച്ചതിലൊക്കെ ഒരുപാട് ആ പേഴ്സൻ്റെ ഉള്ളിൽ വിഷമിക്കുന്നുണ്ട്. അയാൾ മനസ്സിലാക്കുന്നുണ്ട് അയാളിവിടെ മിസ്റ്റേക്ക് കാണിച്ചിട്ടുണ്ടെന്ന്. പക്ഷേ ഒരു മനുഷ്യനെന്ന രീതിയിൽ ആ പേഴ്സൺ നിങ്ങളുടെ, അതായത് നിങ്ങളോടും കൂടുതൽ ഇഷ്ടമുള്ളത് കൊണ്ട് നിങ്ങളുടെ ഒരു ഭാവി നല്ലതാവാനും അതുപോലെ തന്നെ ചുറ്റുപാടുമുള്ള ആൾക്കാരുടെ കളിയാക്കലിൽ നിന്നും കുറ്റപ്പെടുത്തലിൽ നിന്നൊക്കെ മാറാൻ വേണ്ടിയാണ്. പിന്നെ നിങ്ങളെ കൂടെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൊണ്ട് ചാടിക്കേണ്ടെന്നൊക്കെ ഓർത്തിട്ടായിരിക്കാം ആ ഒരു വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും മാറിയിട്ടുള്ളത്. അപ്പോൾ അതിൽ ആ ഒരു പേഴ്സൺ ഇപ്പോഴും വളരെയധികം ദുഃഖിക്കുന്നുണ്ട്. ഇപ്പോൾ കുറേ കൂടെയൊക്കെ മെച്ചമുള്ളൊരു ലൈഫ് ആ ഒരു പേഴ്സണിന് കിട്ടിയിട്ടുള്ളത് കൊണ്ട് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ഒന്നുകൂടെ വർക്കാക്കണം എന്നൊക്കെ. അപ്പോൾ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ഉള്ളുകൊണ്ട് ഒരുപാട് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല സമയത്തും ചീത്ത സമയത്തും ഒക്കെ നിങ്ങളുടെ ഒപ്പം ഉണ്ടാവണമെന്നൊക്കെ ഉള്ളുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നൊരു പേഴ്സണാണിത്. അപ്പോൾ ഇങ്ങനൊരു മിസ്റ്റേക്ക് കാണിച്ചാൽ ഒരുപാട് ആ പേഴ്സൺ നേരുന്നുണ്ട്. ഇത്രയും ഹൈലി മെച്യൂരിറ്റി ഉള്ളൊരു പേഴ്സൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഒതുങ്ങുന്നുണ്ട് ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ആ ഒരു വിഷമത്തിൽ. ഇപ്പോൾ ഒരു ഫ്രണ്ട്സുമായിട്ടും ഒക്കെയുള്ളൊരു നേരത്തെ എങ്ങനെ ഉണ്ടായിരുന്ന അങ്ങനെയായിരുന്ന ഒരു വ്യക്തി ഒരുപാട് ഒതുങ്ങി അയാളിലേക്ക് തന്നെ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് അയാൾക്ക് ഒട്ടും താങ്ങാൻ പറ്റുന്നില്ല നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ബ്രേക്കപ്പും കാര്യങ്ങളുമൊക്കെ. എപ്പോഴും നിങ്ങളെപ്പറ്റി മാത്രമാണ് ഒരു പേഴ്സൻ്റെ ചിന്ത. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഏകാന്തതയുടെ ആ ഒരു സ്റ്റൈലിലോട്ടാണ് ആ ഒരു പേഴ്സൺ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഒരു എന്താ പറയുക, ഇപ്പോൾ മേ ബി അയാൾ ഒരു അമ്പലങ്ങളിലോ പള്ളികളിലോ അങ്ങനെയുള്ള സ്പിരിച്വൽ രീതിയിലോട്ടൊക്കെ, അതായത് നമ്മൾ ദൈവങ്ങളിലോട്ട് കൂടുതൽ അർപ്പിച്ച് അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കൂടുതൽ ടൈം ആ ഒരു വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നത്. അതല്ലെങ്കിൽ ഇപ്പോൾ അമ്പലങ്ങളിലോ അങ്ങനെ അധികം വിശ്വാസമില്ലാത്ത ആൾക്കാരാണെങ്കിൽ കൂടെ തന്നെ ഒരുപാട് മാറി വളരെ ഒതുങ്ങിക്കൂടി അങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ടാണ് ഈ ഒരു പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത്. ബിക്കോസ് ആ പേഴ്സണ് ഓരോ നിമിഷവും ആ പേഴ്സൻ്റെ ഉള്ളിൽ നേറിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളെ ഓർത്ത്. അപ്പോൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് അല്ലെങ്കിൽ ഒരു ജോലിയിലും കുറച്ച് സാമ്പത്തിക ശേഷിയൊക്കെ നേരത്തേക്കാട്ടേക്ക് ഒരുപാട് ബെറ്റർ ആയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇനി ആ ഒരു പേഴ്സൻ്റെ ലൈഫിൽ കുറേ അങ്ങോട്ട് ചെല്ലും തോറും ഇതിലൊക്കെ നല്ല ഒരു ജോലിയിലും നല്ല ഓപ്പർച്യൂണിറ്റീസൊക്കെ ആ ഒരു പേഴ്സണെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും നാളും ഡൗൺ ആയിരുന്ന ആളിനി കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ഇനി അയാളുടെ ലൈഫിൽ അയാളെ കാത്തിരിക്കുന്നത് നല്ല രീതിയിലുള്ള വലിയൊരു ജോലി, അയാൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ജോലിയും നല്ല ഒരു ഫിനാൻസും കാര്യങ്ങളും അങ്ങനത്തെ ഒരു നല്ലൊരു ലൈഫാണ് ആ ഒരു പേഴ്സണ് വേണ്ടി യൂണിവേഴ്സ് ഇവിടെ കരുതി വെച്ചിരിക്കുന്നത്. സോ അതുപോലെ തന്നെ ആ ഒരു വ്യക്തി നിങ്ങളെ കുറച്ച് നാൾ കഴിയുമ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും. ബിക്കോസ് ആ ഒരു പേഴ്സണ് നിങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും നിങ്ങൾ മാത്രമാണ് ആ ഒരു പേഴ്സൻ്റെ മൈൻഡിലുള്ളത്. ആ
അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളുടെ ഒരു ലൈഫിന് വേണ്ടിയാണ് ആ ഒരു പേഴ്സൺ, നല്ലൊരു ബെറ്റർ ലൈഫിന് വേണ്ടിയാണ് ആ ഒരു പേഴ്സൺ മാറിയെങ്കിൽ ഇപ്പോൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പേഴ്സൺ ഡെഫിനറ്റ്ലി നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾ ഒന്നിക്കാനുള്ള എല്ലാ ഇതും നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നുണ്ട്. ബിക്കോസ് ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ നമ്മൾ വിചാരിക്കാത്ത തരത്തിലുള്ള ഒരുപാട് മാറ്റങ്ങളും ചേഞ്ചസും ഒക്കെ വരുന്നുണ്ട്. ബിക്കോസ് ഈ ഒരു പേഴ്സൺ വളരെ പ്യുവർ ആയിട്ടുള്ള നല്ലൊരു സോളാണ്. ആർക്കും ഉപദ്രവങ്ങളോ ഒന്നും തന്നെ ചെയ്യാത്ത, സ്വന്തം കാര്യങ്ങൾ നോക്കി മറ്റുള്ളവരെ സഹായിച്ചും ഒക്കെ ജീവിക്കുന്ന അത്രയും നല്ല ഒരു പ്യുവർ സോളാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സോളിനെ യൂണിവേഴ്സ് ഒരിക്കലും വിഷമിപ്പിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഗ്രാജുവലി ആ ഒരു പേഴ്സണ് നല്ല ജോലിയും നല്ല ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ യൂണിവേഴ്സ് നൽകിയിരിക്കുന്നത്. അതിൽ കൂടുതൽ തന്നെ നമ്മുടെ കർമാസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളതൊക്കെ അനുഭവിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബ്രേക്കപ്പും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ ആ ഒരു ടൈം പീരീഡ് കൊണ്ട് ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ നല്ലൊരു ഗ്രോത്ത്, അതായത് ഒരു റിലേഷനിൽ മാത്രമല്ല അല്ലാതെ അയാൾക്കൊരു പേഴ്സണൽ ഗ്രോത്ത് ഇനിയാണ് യൂണിവേഴ്സ് ആഗ്രഹിച്ചത്. അതുപോലെ തന്നെ ഇപ്പോൾ ആ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ഒരു ഗ്രോത്ത് ഒക്കെ സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഡെഫിനറ്റ്ലി കോൺടാക്റ്റ് ചെയ്യും. ഈ പേഴ്സൺ ഇപ്പോൾ ജീവിക്കുന്നത് വെച്ചാൽ അയാളുടെ ഒരു പാസ്റ്റ്, നിങ്ങളായിട്ടുള്ളൊരു പാസ്റ്റ് മെമ്മറീസിലാണ്. അതായത് നിങ്ങൾ ഇന്ന് മുന്നേ സ്പെൻഡ് ചെയ്തുള്ള ഓരോ കാര്യങ്ങളും ഓരോ നിമിഷങ്ങളും ഒക്കെയാണ് ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ എപ്പോഴും ഉള്ളത്. അപ്പോൾ അതാണ് എപ്പോഴും ആ ഒരു പേഴ്സൺ. ഈവൻ രാവിലെ ആണെങ്കിലും എന്ത് ജോലി ചെയ്താലും ഈവൻ നൈറ്റ് ടൈമിലും ഒക്കെ ഫുള്ള് ഈ ഒരു പേഴ്സൻ്റെ ഉള്ളിൽ ഇത് നിങ്ങൾ മാത്രമാണ്. അതായത് നിങ്ങളായിട്ടൊരു ലൈഫ് ആഗ്രഹിക്കുന്നുണ്ട്, ആഡ് ഫ്യൂച്ചർ നിങ്ങളായിട്ടാണ്, ഇത് എല്ലാം അയാൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്തായാലും കുറച്ച് നാളത്തേക്ക് ഉള്ള ഒരു ഡിസ്റ്റൻസ് മാത്രമാണ് നിങ്ങൾ തമ്മിലുള്ളത്. അയാൾ നിങ്ങളെ ഡെഫിനറ്റ്ലി കോൺടാക്റ്റ് ചെയ്യും. നിങ്ങൾ തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പിലോട്ട് പോവുകയും ചെയ്യുമെന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റീഡിങ് ഇവിടെ തീർന്നിരിക്കുന്നു. താങ്ക് യു മൈ സോൾ ഫാമിലി.